ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വലിയ വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പച്ചപ്പുള്ള സ്ഥലം നമ്മൾ പലയിടത്തും കാണാറുണ്ട്. മനസ്സിന് എത്ര ഹൃദ്യമായ കാഴ്ചയാണത്. നമ്മുടെ മനസ്സിനെയും കണ്ണുകളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരൾച്ച ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അല്ലേ? വൃക്ഷങ്ങൾ നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളരുന്നത് കാണുമ്പോൾ അവിടെ നല്ല നീരോട്ടമുള്ളതായിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇതുപോലെ ആത്മീകമായിട്ട് നല്ല ആരോഗ്യമുള്ളവരെ തഴച്ചു നിൽക്കുന്ന വൻമരങ്ങളോടാണ് ബൈബിൾ ഉപമിക്കുന്നത്. 1 സങ്കീർത്തനം അതിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള വ്യക്തിക്കാണ് ദൈവം ഈ അനുഗ്രഹീതാവസ്ഥ കൊടുക്കുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. മാത്രവുമല്ല, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇതിന് സമാനമായിട്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17 അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ശരിയായത് ചെയ്യുകയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹീത അവസ്ഥയാണ് മേൽപ്പറഞ്ഞ തിരുവെഴുത്തുകളിൽ മരങ്ങളെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന വ്യക്തി ആറ്റരികത്ത് തട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണെന്ന് തിരുവചനം പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് സമാനമായി ഒരു വാഗ്മയ ചിത്രം അവിടെ കാണാൻ സാധിക്കും. ബാബിലോണിലെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ അനുതാപമുള്ള യഹൂദന്മാരെ താൻ എങ്ങനെ പരിപാലിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ യഹോവയാം ദൈവം പറയുകയാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. നീർത്തോടുകൾ അല്ലെങ്കിൽ ചാലുകൾ, ഇത് നമ്മൾ പലയിടത്തും കാണാറുണ്ട്. പാടങ്ങളിലും തോട്ടങ്ങളിലും വൃക്ഷത്തോപ്പുകളിലുമൊക്കെ ജലസേചനത്തിനായിട്ട് ഇന്നും നീർത്തോടുകൾ വെട്ടിയുണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഒരു പ്രദേശത്ത് വരൾച്ച ഉണ്ടാകുമോ? ആ ഒരു പ്രദേശത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു മൈതാനത്തിനു നടുവിൽ അല്ലെങ്കിൽ ഒരു വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷത്തേക്കാൾ തഴച്ച അവസ്ഥയായിരിക്കും അതിനുണ്ടായിരിക്കുക. അത് തക്കകാലത്ത് നമുക്ക് ഫലം തരും. അതിൻ്റെ ഇലകൾ ഒരിക്കലും വാടുകയില്ല. തഴച്ചു വളരുന്ന ഈ വൃക്ഷങ്ങളെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരനും യിരെമ്യാ പ്രവാചകനുമെല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന വ്യക്തി അവൻ ആത്മീകമായും ആരോഗ്യമുള്ളവനായിരിക്കും. അതുമാത്രമല്ല, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതായത് അവൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിജയിക്കും. ഭൗതിക വസ്തുക്കൾക്കൊന്നും തന്നെ നമ്മെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഈ ലോകപരമായത് എല്ലാം നശിക്കുന്നവയാണ്. ആത്മീകമായി വളരുവാനുള്ള ശ്രമം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായി നമ്മൾ സന്തുഷ്ടരായി മാറുന്നത്. അപ്പോൾ നാം തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകും. പക്ഷേ അങ്ങനെ ആകണമെങ്കിൽ നാം എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ആദ്യപടിയായിട്ട് നാം ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടം
ഇവയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. സന്തുഷ്ടരായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നാം അകന്നിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയുമില്ല. രണ്ടാമതായി, നാം യഹോവയുടെ പ്രമാണത്തിൽ സന്തോഷിക്കണം. ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ അതിൽ ഏർപ്പെടുവാനുള്ള അവസരത്തിനായി നാം നോക്കിയിരിക്കുക. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ ദൈവവചനത്തെ അങ്ങേയറ്റം വിലമതിക്കുകയും അതേക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹം നമ്മളിലുണ്ടാകും. മൂന്നാമതായി, നാം ദൈവവചനം ക്രമമായി വായിക്കുകയും അതേക്കുറിച്ച് രാപ്പകൽ ധ്യാനിക്കുകയും വേണം. ദൈവവചനത്തോട് സങ്കീർത്തനക്കാരനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 119-97. നിന്റെ ന്യായപ്രമാണം എനിക്കെത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും സമ്പാദിക്കുകയും ദൈവത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും സമ്പൂർണമായ വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആത്മീകമായി നാം വളരും. അതോടൊപ്പം നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.